അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൂന്നാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് പരിചയപ്പെടുന്നത്. സബ്ജക്റ്റ് ഫിഖ് ആണ്. ഒന്നാമത്തെ ചോദ്യം ശരിക്ക് ശരി അടയാളം നൽകാമെന്നാണ്. അതിൻ്റെ 5, 6 കുളിക്കണം, വുളൂ ചെയ്യണം, നജസ്, തഹൂർ, തല, മുഖം, സുന്നത്ത്, ഫർള്, ഇടത്, വലത് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ. ആ കള്ളിയിൽ ഉണ്ടല്ലേ. ഒന്നാമത്തെ ചോദ്യം എന്താ? വുളൂഇൻ്റെ ഫർളുകൾ എന്നാണ്. വുളൂഇൻ്റെ ഫർളുകൾ 6 ആകുന്നു. അപ്പോൾ ആ 6 എന്നതിന് നേരെ ടിക്കിടാം. അവിടെ കള്ളി കണ്ടല്ലോ. രണ്ടാമത്തെ ചോദ്യം വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കുകയാണോ ചെയ്യേണ്ടത്, വുളൂ ചെയ്യണോ? കുളിക്കണം. ഫസ്റ്റത്താണ് ഉത്തരം, കുളിക്കണം. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കുന്നതും, അതിൻ്റെ ആൻസർ ഏതാ? തഹൂർ. അതിനാണ് തഹൂർ എന്ന് പറയാം. 4 വെള്ളം ഒലിപ്പിക്കേണ്ട അവയവം തലയാണോ മുഖമാണോ? രണ്ടാമത്താണ് കറക്റ്റ് ആൻസർ കേട്ടോ, മുഖം. മുഖമാണ് വെള്ളം ഒലിപ്പിക്കേണ്ട അവയവം. നിയ്യത്ത് ഉച്ചരിക്കൽ സുന്നത്താണോ ഫർളാണോ? അതാണ് ചോദ്യം. അത് നേരെ ഫർള് എന്നതിൻ്റെ അവിടെ ടിക്കിടാം. നിയ്യത്ത് ഫർളാണ്. കൈ കാലുകൾ കഴുകുമ്പോൾ മുന്തിക്കണം ഇടതിനെ വലതിനെ? ഏതാ? വലതിനെ. കൈകാലുകൾ കഴുകുമ്പോൾ വലതിനെ മുന്തിക്കണം. ഇനി രണ്ടാമത്തത് വേർതിരിക്കാം എന്നാണ്. അതിൽ ബ്രാക്കറ്റിൽ മുഖം കഴുകുക, തലയിൽ നിന്ന് അല്പം തടവുക, മിസ്വാക്ക് ചെയ്യുക, ചെവി തടവൽ, തല മുഴുവനും തടവുക, വഴിക്ക് വഴിയായി ചെയ്യുക എന്നുണ്ട്. അപ്പോൾ വേർതിരിക്കാനാണ്. എങ്ങനെ വേർതിരിക്കേണ്ടത്? ഒന്നാമത്തെ ചോദ്യം എന്താ? വുളൂഇൻ്റെ സുന്നത്തുകളാണ്. അപ്പോൾ മുകളിൽ കൊടുത്ത ബ്രാക്കറ്റിൽ നിന്ന് വുളൂഇൻ്റെ സുന്നത്തുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. അതിലേതൊക്കെയാണ്? മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് വുളൂഇൻ്റെ സുന്നത്താണ്. ചെവി തടവൽ വുളൂഇൻ്റെ സുന്നത്താണ്. തല മുഴുവൻ തടവുക എന്നതും വുളൂഇൻ്റെ സുന്നത്താണ്. ഏതൊക്കെ? ഒന്ന് മിസ്വാക്ക് ചെയ്യുക, പിന്നീടുള്ളത് തല മുഴുവൻ തടവുക, ചെവി തടവൽ. ഇത് മൂന്നും എന്താണ്? സുന്നത്താണ്. ഇനി 3 ഫർളുകളുണ്ട്. എന്താ വുളൂഇൻ്റെ ഫർളുകൾ? ഒന്ന് മുഖം കഴുകുക, തലയിൽ നിന്ന് അല്പം തടവുക, വഴിക്ക് വഴിയായി ചെയ്യുക. ഏതൊക്കെ? മുഖം കഴുകുക, തലയിൽ നിന്ന് അല്പം തടവുക, വഴിക്ക് വഴിയായി ചെയ്യുക. ഒന്ന് കിട്ടിയാൽ മറ്റൊന്ന് പെട്ടെന്ന് കിട്ടും. 2 വീതം എഴുതാനാണ്. മൂന്നാമത് ചോദിച്ചത് 2 വീതം എഴുതാനാണ്. നജസ് അല്ലാത്ത ശവങ്ങൾ ഏതൊക്കെയാണ്? നജസ് അല്ലാത്ത ശവങ്ങൾ മനുഷ്യൻ, മത്സ്യം, ജറാദ്. മനുഷ്യൻ, മത്സ്യം എന്ന് എഴുതാൻ തന്നെ മതി കേട്ടോ. നജസ് അല്ലാത്ത ശവങ്ങൾ മനുഷ്യൻ, മത്സ്യം എന്ന്, അല്ലെങ്കിൽ ജറാദ് എന്ന് എന്തും എഴുതാം. രണ്ടാമത്തത് വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കൾ ഏതൊക്കെ? കുറേ പറഞ്ഞിരിക്കണല്ലോ പാഠത്തിൽ. 2 എണ്ണം പറഞ്ഞുതരാം. പശ, ഉറച്ച എണ്ണ. പശയും ഉറച്ച എണ്ണയും. ഇനി മൂന്നാമത്തെ ചോദ്യം നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. അവിടെ എന്ത് എഴുതണ്ടേ? നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക. നിസ്കാരത്തിന് ഷർത്തുകൾ ഉണ്ടല്ലോ, അതിൻ്റെ 2 എണ്ണം എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് പറഞ്ഞുതരാം. ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക. രണ്ടാമത്തത് നജസിൽ നിന്ന് ശുദ്ധിയാവുക. ഇത് 2 എഴുതിയാൽ മതി. ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക, നജസിൽ നിന്ന് ശുദ്ധിയാവുക എന്ന് എഴുതിയാൽ തന്നെ കിട്ടി. അല്ലെങ്കിൽ ഔറത്ത് മറക്കുക, സമയമായെന്നറിയുക എന്നൊക്കെ ഉണ്ടല്ലോ. ഇനി നാലാമത്തത് അവിടെ കൊടുത്തിട്ടുള്ളത് എന്താ? ഉത്തരം എഴുതാനാണ്. താഴെ കുറച്ച് ചോദ്യം ഉണ്ട്, അതിൻ്റെ ഉത്തരം എഴുതണം. ഒന്നാമത്തെ ചോദ്യം നിസ്കാരം നിർബന്ധമുള്ളത് ആർക്ക്? ആർക്കാണ് നിസ്കാരം നിർബന്ധമുള്ളത്? പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാവർക്കും നിസ്കാരം നിർബന്ധമാണ്. രണ്ടാമത്തത് നിസ്കാരത്തിൻ്റെ മുമ്പ് നജസുകളിൽ നിന്നും നമ്മുടെ എന്തെല്ലാം ശുദ്ധിയായിരിക്കണം? നിസ്കരിക്കുന്നതിന് മുമ്പ് നജസുകളിൽ നിന്ന് എന്തെല്ലാം ശുദ്ധിയായിരിക്കണം എന്നാണ് ചോദ്യം. അതിന് ഉത്തരം എന്താ? ശരീരം, വസ്ത്രം, സ്ഥലം. ഈ 3 കാര്യങ്ങളും. ശരീരം ശുദ്ധിയാവണം, വസ്ത്രം ശുദ്ധിയാവണം, അതുപോലെ തന്നെ സ്ഥലവും ശുദ്ധിയാവണം. മൂന്നാമത്തെ ചോദ്യം ശുദ്ധി 2 തരം ഏതെല്ലാം എന്നാണ്. അതിൻ്റെ ഉത്തരം ഒന്ന് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവൽ, നജസിൽ നിന്ന് ശുദ്ധിയാവൽ. അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവൽ, നജസിൽ നിന്ന് ശുദ്ധിയാവൽ. നാലാമത് ചോദിച്ചത് രക്തം കൊണ്ട് നജസായാൽ ശുദ്ധിയാക്കേണ്ട വിധം എങ്ങനെ?
രക്തം കൊണ്ട് നജസായി കഴിഞ്ഞാൽ ശുദ്ധിയാക്കേണ്ട വിധം എങ്ങനെ? അതിന് ഉത്തരം എന്താ അറിയോ? നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ ശുദ്ധിയാക്കണം. നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ ശുദ്ധിയാക്കണം. ഇനി 5-ാമത്തെ ചോദ്യം, ഫർള് നിസ്കാരത്തിന് സമയമായ ശേഷമേ വുളൂ ചെയ്യാൻ പാടുള്ളൂ. ആര്? ഫർള് നിസ്കാരങ്ങൾക്ക് ബാങ്ക് വിളിച്ച് സമയമായതിന് ശേഷം മാത്രമേ ഒരാൾ വുളൂ ചെയ്യാൻ പറ്റുള്ളൂ. ആരാണ്? മൂത്രവാർച്ചക്കാരൻ. അതിൻ്റെ ഉത്തരം കേട്ടോ, മൂത്രവാർച്ചക്കാരൻ എന്ന് എഴുതി വെക്കുക, അറിയാതെ മൂത്രം പോകുന്ന ആള്. ഇനി 5-ാമത്തത് പൂർത്തിയാക്കാം എന്നാണ്. 1-ാമത്തെ ചോദ്യം എന്താ? നിസ്കാരം ദീനിൻ്റെ തൂണാണ്. നിസ്കാരം ദീനിൻ്റെ തൂണാണ് എന്ന് എഴുതി വെക്കണം. 2-ാമത്തത് വുളൂ ഇല്ലാത്ത അവസ്ഥയാണ് ചെറിയ അശുദ്ധി. വലിയ അശുദ്ധി എന്ന് എഴുതി വെക്കരുത് കേട്ടോ. വുളൂ ഇല്ലാത്ത അവസ്ഥയാണ് ചെറിയ അശുദ്ധി. 3-ാമത്തെ ചോദ്യം, വുളൂഇൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് വുളൂഇൻ്റെ ഫർളുകൾ. അതാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. വുളൂഇൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് വുളൂഇൻ്റെ ഫർളുകൾ എന്ന് പറയുന്നത് എന്ന് എഴുതി വെക്കാം. 4-ാമത്തത് അൽഹംദുലില്ലാഹില്ലദീ. ഇനി എന്താ പൂരിപ്പിക്കണ്ടേ? വുളൂ എടുക്കുന്ന സമയത്ത് പറയില്ലേ, അഊദു ചൊല്ലിയിട്ട് അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ, അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ എന്ന് എഴുതി വെക്കണം കേട്ടോ. ലാസ്റ്റത്തത് ക്രമത്തിലാക്കുക എന്നാണ്. ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മിനത്തവ്വാബീന എന്നുണ്ട്, മിനൽ മുത്തത്തഹിരീന എന്നുണ്ട്, മിൻ ഇബാദിക സ്വാലിഹീൻ എന്നുണ്ട്, വജഅൽനി, അല്ലാഹുമ്മ ജഅൽനി, വജഅൽനി എന്നൊക്കെ ഉണ്ട്. എങ്ങനെ എഴുതാ? അല്ലാഹുമ്മ ജഅൽനി മിനത്തവ്വാബീന വജഅൽനി മിനൽ മുത്തത്തഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ എന്ന് എഴുതണം കേട്ടോ. ഓക്കെ, ആദ്യം ഞാൻ നമ്പർ ഇട്ട് വെക്കുക. ഏതാണ് ആദ്യം എഴുതേണ്ടത്? ആദ്യം നിലയിൽ 1, 2-ാമത്തേന് 2, 3-ാമത്തേന് 3 നമ്പർ ഇട്ട് വെക്കുക. എന്നിട്ട് കറക്റ്റ് ആക്കിയിട്ട് എഴുതാം.